ഈ വീഡിയോ അഡ്രസ് ഡീകോഡിങ്ങിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ മെമ്മറീസിൽ അഡ്രസ് ലൊക്കേഷൻ ഡീകോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അഡ്രസ് ഡീകോഡേഴ്സാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഇതൊരു 2x4 ഡീകോഡറാണ്. 2 ഇൻപുട്ട് ലൈനും ഉണ്ട്, അതുപോലെ 4 ഔട്ട്പുട്ട് ലൈനും ഉണ്ട്. സോ ഇത് വെച്ച് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത് 4 ലൊക്കേഷൻസ് ആയിരിക്കും. സോ 2 അഡ്രസ് ലൈൻ ആണെങ്കിൽ വി ക്യാൻ അഡ്രസ് 2⁻², വിച്ച് ഈസ് 4 ലൊക്കേഷൻസ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് ലൊക്കേഷനാണ് അഡ്രസ്സ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് അറിയുന്നത്? അത് നമ്മൾ ഈ കൊടുക്കുന്ന ബിറ്റ്സിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഇൻപുട്ട് ലൈൻസിൽ. ഇപ്പോൾ 0 ആണെങ്കിൽ എന്തായിരിക്കും? 0 ആണെങ്കിൽ ഈ 0 എന്ന് പറഞ്ഞ ലൊക്കേഷൻ സെലക്ട് ആവും. അപ്പോൾ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ 8 ബിറ്റ്സ് അല്ലെങ്കിൽ ഒരു ബൈറ്റ് ആയിരിക്കും സോ ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. സോ അതിനെല്ലാം കൂടെ ഉള്ള അതിന് 8 ബിറ്റ്സിന് അല്ലെങ്കിൽ ഒരു ബൈറ്റിന് വേണ്ടി കൊടുത്തേക്കുന്ന അഡ്രസ്സാണ് 0 എന്ന് പറയുന്നത്. സോ ഇനി 0 ആണെങ്കിൽ എന്ത് സംഭവിക്കുക? അടുത്ത ലൊക്കേഷൻ സെലക്ട് ആവും. അപ്പോൾ ഇവിടെ വൺ 0 ആണെങ്കിൽ അടുത്ത ലൊക്കേഷൻ സെലക്ട് ആവും. 1 ആണെങ്കിൽ ലാസ്റ്റ് ലൊക്കേഷൻ സെലക്ട് ആവും. സോ അങ്ങനെയാണ് ഒരു ഡീകോഡർ വെച്ചിട്ട് ഡിഫറെൻറ്റ് അഡ്രസ് ലൊക്കേഷൻ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. സെയിം കേസാണ്. ഇനി കൂടുതൽ നമ്പർ ഓഫ് അഡ്രസ് ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ എന്ത് വേണം? നമുക്കതിനനുസരിച്ചുള്ള ഡീകോഡേഴ്സ് സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ 1024 മെമ്മറി ലൊക്കേഷൻസ് നമുക്ക് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ എത്ര അഡ്രസ് ലൈൻസ് വേണ്ടി വരും? 1024 എന്ന് പറഞ്ഞാൽ 2⁻10 ആണ്. അതായത് 10 അഡ്രസ് ലൈൻസ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ യൂസ് ചെയ്യേണ്ട ഡീകോഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10 ഇൻപുട്ട്സ് ലൈൻസും അതുപോലെ 1024 ഔട്ട്പുട്ട് ലൈൻസും ഉള്ള ഡീകോഡർ ആയിരിക്കും ഈ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത്. 1024 മെമ്മറി ലൊക്കേഷൻസ് ആക്സസ് ചെയ്യണമെങ്കിൽ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്രസ് ഡീകോഡേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു 10/1024 ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഒരു സിംഗിൾ ഡീകോഡറാണ്. അത് വെച്ചിട്ടാണ് നമുക്ക് ഈ 1024 അഡ്രസ്സും ഡീകോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോഴുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 10/1024 ഡീകോഡർ റിയലൈസ് ചെയ്യണമെങ്കിൽ, അപ്പോൾ അതായത് ഹാർഡ്വെയർ വെച്ചിട്ട് ഇത് റിയലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് 1024 ആൻഡ് ഗേറ്റ്സ് വേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2/4 ഡീകോഡർ റിയലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് 4 ആൻഡ് ഗേറ്റ്സ് വേണ്ടി വരും. അതുപോലെ 3/8 ഡീകോഡറാണ് റിയലൈസ് ചെയ്യണമെങ്കിൽ 8 ആൻഡ് ഗേറ്റ്സ് വേണ്ടി വരും. സോ അങ്ങനെയാണ്. സോ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ 1024 ആൻഡ് ഗേറ്റ്സ് വേണ്ടി വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഒരു ഹാർഡ്വെയർ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഒരു സിംഗിൾ ഡീകോഡർ നമ്മളൊരു 1024 ലൊക്കേഷൻസും ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതിന് പകരം ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു 2 5/32 ഡീകോഡേഴ്സ് യൂസ് ചെയ്യാം. ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെ 5 ഇൻപുട്ട് ലൈൻ ഉണ്ടാവും,
സോ ഡീകോഡാണ്. 5 ഇൻപുട്ട് ലൈൻ ആണെങ്കിൽ എത്ര ഔട്ട്പുട്ട് ഉണ്ടാവും? 2 to the power 5 which is 32 ഔട്ട്പുട്ട് ലൈൻസും കാണും. സോ ഇത് റോ ഡീകോഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ലൊക്കേഷൻസിനെ പ്ലേസ് ചെയ്യുന്നത് മാട്രിക്സ് ഫോമിലായിരിക്കും. നേരത്തെ 1024 സെപ്പറേറ്റ് ലൊക്കേഷൻസ് ആയിട്ട് ഒരു റോയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എടുക്കുന്നത് മാട്രിക്സ് ഫോമിലായിരിക്കും. മാട്രിക്സ് എന്ന് പറഞ്ഞാൽ 32/32 ആയിരിക്കും സൈസ്. 32/32 എന്ന് പറഞ്ഞാൽ 1024 തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ ഒരു റോ ഡീകോഡറാണ്. റോ അഡ്രസ്സ് ഡീകോഡ് ചെയ്യാൻ എടുക്കും. അതേപോലെ വേറൊരു 5/32 വീണ്ടും പ്ലേസ് ചെയ്യും മേളിൽ. ഇതെന്തിനാ? രണ്ടാമത്തെ ഡീകോഡറാണ് കോളം റെക്കോർഡർ. അപ്പോൾ കോൾ അഡ്രസ്സ് ആക്സസ് ചെയ്യുന്നത് എന്തായിരിക്കും? കോളം ഡീകോഡർ ആയിരിക്കും. അപ്പോൾ ഈ 2 ഡീകോഡറിലേയും കൂടെ വരുന്ന അഡ്രസ്സ് അനുസരിച്ചായിരിക്കും നമ്മളൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 5 റോയിലേക്കും പോവും, 5 ഇൻപുട്ട് ലൈൻസ്. 5 ഇൻപുട്ട് ലൈൻസ് കോളം ഡീകോഡറിലേക്കും പോവും. അപ്പോൾ ഈ രീതിയിൽ ഡീകോഡ് ചെയ്യുവാനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കമ്പയർ ടു 10/1024 ഒറ്റ ഡീകോഡർ ഉപയോഗിക്കുന്നതിലും കുറച്ച് ഹാർഡ്വെയർ കോംപ്ലക്സിറ്റിയെ ഈ ഒരു റിയലൈസേഷനിൽ വരുള്ളൂ. കാരണം എന്താ? ഇവിടെ യൂസ് ചെയ്യുന്നത് 5/32 ആണ്. അപ്പോൾ ആൻഡ് ഗേറ്റ്സ് വരുന്നത് എത്രയായിരിക്കും? 32 ആൻഡ് ഗേറ്റ്സ് വരുള്ളൂ റോ ഡീകോഡറിന് വേണ്ടി മാത്രം. അതുപോലെ കോളം ഡീകോഡറിന് വേണ്ടി അഗെയിൻ ഒരു 5/32 ഡീകോഡറാണ് യൂസ് ചെയ്യുന്നത്. അഗെയിൻ അവിടെയും വരുന്നത് 32 ആൻഡ് ഗേറ്റ്സ് ആണ്. ടോട്ടൽ നമുക്കിവിടെ വേണ്ടി വന്ന ആൻഡ് ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 + 32 64 ആൻഡ് ഗേറ്റ്സ് വെച്ചിട്ട് നമുക്കിവിടെ 1024 ലൊക്കേഷൻസ് ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ ഒരു 10/1024 സിംഗിൾ ഡീകോഡർ യൂസ് ചെയ്യുന്നതിനേക്കാളും ഹാർഡ്വെയർ കോംപ്ലക്സിറ്റി കുറഞ്ഞ റിയലൈസേഷൻ മെത്തേഡ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? റോ ഡീകോഡ് ചെയ്യാൻ വേണ്ടി ഒരു ഡീകോഡറും അതുപോലെ കോളം ഡീകോഡ് ചെയ്യാൻ വേണ്ടി വേറെ ഡീകോഡറും യൂസ് ചെയ്യേണ്ടി വരും. സ്റ്റില് ഒരു സിംഗിൾ ഡീകോഡർ യൂസ് ചെയ്യുന്നതിനേക്കാളും ഹാർഡ്വെയർസ് അല്ലെങ്കിൽ ആൻഡ് ഗേറ്റിൻ്റെ എണ്ണം കുറവായിരിക്കും. ഓക്കെ.